ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ച് തിരക്കുകളായി പോയതുകൊണ്ടാണ് വ്ളോഗ് വരാനായിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 6th നമ്മൾ കമ്പനീൻ്റെ ഒരു ആനുവൽ മീറ്റ് പ്ലാനല്ല നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന വ്ളോഗാണ്. പക്ഷെ ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസംബർ 4th ആണ് കേട്ടോ. അപ്പം ഡിസംബർ 4th നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ പോയിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്കാണ് കേട്ടോ. ഓഫീസിൽ പോയിട്ട് ഗോൻ്റെ അടുത്ത് ഒരു സാധനം ഏൽപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് നമുക്ക് ഓരോരോ പണിയായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചേ. ഇനി നമുക്ക് നേരെ കറാമ സൈഡിലേക്കാണ് പോകേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ജ്വല്ലറിയിൽ പോകണം. അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ജ്വല്ലറി പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ഐറും കൂടി കുറച്ച് ക്യൂട്ട്നെസ് വാരി അറിയായിരുന്നു കേട്ടോ. ഐറുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവളിങ്ങനെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കും. ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കും കേട്ടോ. അത് കാണാനായിട്ട് തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം രാവിലെ ഞങ്ങൾ അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് നമ്മൾ കരാമയിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ഒരു ബിരിയാണി. ഇത് വന്നിട്ട് മെഹഫൽ ബിരിയാണിയാണ് കേട്ടോ. കുറേ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടാവും. കാരണം എൻ്റെ എല്ലാ വ്ളോഗ്സിലും ഞാൻ പറയാറുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഗോൾഡ് സൂക്ക് പോയി. പക്ഷെ നമുക്ക് വിചാരിച്ച സാധനം അവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ നേരെ നമ്മളുടെ ബുർജുമോൻ മോളിലുള്ള സിയ ഗോൾഡിലേക്ക് വന്നു കേട്ടോ. ഇവിടുന്നാണ് എൻ്റെ ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കാറുള്ളത്. എൻ്റെ നല്ല നമ്മളെല്ലാവരും ഇവിടുന്നാണ് കൂടുതൽ എടുക്കാറുള്ളത്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. ഭയങ്കര കമ്പനിയാണ്. ഞങ്ങൾ കുറേ ആയിട്ട് ഇവിടെ പോകണതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് ഇവിടുന്നാണ് കൂടുതൽ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു റിങ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മൂക്കുത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ മൂക്കുത്തി കുറേ ആയിട്ട് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്നാണ് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ താഴത്തുള്ള ഈ ഒരു ഗെയിമില്ലേ, ഇത് ഞങ്ങൾ എവിടെ പോയാലും ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നും കിട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇട്ടിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു $10-15 മേടിക്കാം കേട്ടോ. ഇത് ഒന്നാമത് നമ്മൾ കളിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ. നമ്മളിങ്ങനെ നിർത്താനേ തോന്നില്ല, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇവിടെയാണ് ഒന്നും കിട്ടൂല കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു അബദ്ധം പറ്റാറുണ്ട്. എന്നാലും നമ്മളിപ്പോഴും എല്ലാ സ്ഥലത്ത് പോയാലും ഇത് ട്രൈ ചെയ്യാറുമുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഓഫീസിലേക്കാണ്. ഇന്ന് നമുക്കൊരു ഷൂട്ട് ഉണ്ട് ഓഫീസിൽ, എനിക്കും അർജുനും. അപ്പം ആ ഷൂട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓഫീസിൽ എത്തുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല കേട്ടോ. കാരണം ടൈം വളരെ കുറവായിരുന്നു. അപ്പോൾ അത് ഓഫീസിൽ ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്, ഇവർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫീസിലെത്തി. ഷൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. 6:30 അല്ല 7 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആവണം. ഷൂട്ടിന് അങ്ങനെ റെഡി ആവാനൊന്നുമില്ല, ഓൾറെഡി റെഡി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഷൂട്ട് ചെയ്യണം കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട് എനിക്കും അർജുനും കൂടി. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളൊരു ആനുവൽ മീറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അത് സാറ്റർഡേ ആണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ബാക്കി എല്ലായിടത്തും കഴിഞ്ഞു. എൻ്റെ അർജുൻ്റെയും കൂടി ഇനിയും ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുക. ഇന്നെങ്കിൽ ഷൂട്ട് തീർത്താലേ നമുക്ക് സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് അത് എല്ലാം സെറ്റാക്കി നമുക്ക് നാളൊരു ട്രയലുണ്ട്, LED TV-യിലുള്ളൊരു ട്രയലുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നിട്ട് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓഫീസിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയിട്ടോ. എല്ലാവരും 6 ആകുമ്പോഴത്തേക്ക് പോവല്ലോ. അപ്പം നമ്മളുടെ വീഡിയോ കൂടി ഷൂട്ട് ചെയ്തിട്ട് വേണം നമ്മളെ ഫോട്ടോഗ്രാഫറിനും കൂടി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അവർ വരുന്നേ ഉള്ളൂ. അവർ വേറൊരു ഷൂട്ടിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ഷൂട്ട് തീർത്തിട്ട് വീട്ടിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നൊരു ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ഡേ ആയിരുന്നു. ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. മാക്സിമം പറ്റുന്നവരൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവും, ഭയങ്കര ഷോർട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഷോർട്ട് ആവുകയാണെങ്കിൽ ഞാൻ നാളത്തെ ഒരു ഡേയും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ മാത്രമായി പോസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്.
ഷൂട്ട് കഴിയാനായിട്ട് ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ ക്യാമറേൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനേ പറ്റില്ല കേട്ടോ. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ക്യാമറ ഫേസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. ക്യാമറ ഇല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന പല കാര്യങ്ങളും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാമറ ഫിയർ ആയിരിക്കാം. ഇപ്പം എന്തായാലും അത് കുറച്ചായിട്ട് മാറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാളെ നമ്മൾ ഓഫീസിലെ ഫസ്റ്റ് ഇവൻറ്റ് നടക്കുകയാണ്, അതായത് ഇയർലി ഇവൻറ്റ് നടക്കുകയാണ്. ഇത്രയും കാലം അങ്ങനെ വലിയൊരു പരിപാടി ആയിട്ടൊന്നും ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് 4 years ഞങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ആനുവൽ മീറ്റ് പോലെ നമ്മൾ കണ്ടക്ട് ചെയ്യാണ് നാളെ. നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, എംപ്ലോയീസ്, അതേപോലെ ലാൻഡ് ലോഡ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മളൊരു അടിപൊളി പരിപാടി നടത്താം എന്ന് വിചാരിച്ചു. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ആനുവൽ ഇവൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു മീറ്റ് പോലെയൊന്നും നടത്തിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളെല്ലാ പരിപാടികളും ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പരിപാടികൾ ഇനിയും ഉണ്ടാവല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നലെയും ഇന്നും ആയിട്ടാണ് ഞങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇന്നലെ അത്യാവശ്യം കുറച്ചൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ. ലൈക്ക് ഇന്നലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. എന്നാലും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ ഷൂട്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് ഒരു 10-11 മണിക്കാണ് കേട്ടോ. അത്രയും നേരം നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. എൻ്റെയും അർജുൻ്റെയും ഷൂട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 3 minutes ഒരു വീഡിയോ. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള കാര്യങ്ങൾ, അതേപോലെ നമ്മൾ എംപ്ലോയീസിന് പറയാനുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിട്ടൊരു വീഡിയോ പോലെ നമ്മളൊരു വീഡിയോ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫൈനൽ ഷൂട്ടിന് ഞാനും അർജുനും ഇന്നലെ രാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് മാത്രമാണ് എടുക്കാണ്ടിരുന്നത്, ബാക്കി എല്ലായിടത്തും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി അതൊക്കെ കഴിഞ്ഞിട്ട് വളരെ ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ വീണ്ടും ഒരു റീഷൂട്ടും കൂടി അർജുനുണ്ട്. എൻ്റെത് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അർജുൻ അതിന് പോയിരിക്കുകയാണ്. അപ്പോൾ വിച്ചു അർജുനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതിന് ശേഷം വിച്ചുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് നാളത്തേക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള ഒരു ചെറിയ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളിതൊരു കാര്യം തീർക്കില്ല. അത്രയും കാര്യങ്ങൾ ഇന്ന് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗിഫ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഏകദേശം ഒരു 1 hour'നുള്ളിൽ എത്തും. അവർ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് റെഡി ആവണം. അമ്മ ഉച്ചത്തേക്കുള്ള ഫുഡും കൂടി റെഡിയാക്കുന്നുണ്ട്. സോ ബിരിയാണിയാണ് അമ്മ റെഡിയാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കാറിലിരുന്നിട്ട് തന്നെ കഴിക്കാം, പുറത്ത് എവിടെയാണെങ്കിലും. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ മൂക്കുത്തി മാറ്റിയിട്ടോ. എനിക്ക് റിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു കുട്ടി സ്റ്റഡ് ആക്കിയിട്ടുണ്ട്. എനിക്ക് സ്റ്റഡൊന്നും മൂക്കിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു സ്റ്റഡ് കിട്ടിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് എനിക്ക് മാച്ചായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ മൂക്കിനുള്ളിൽ കയറുകയും ചെയ്തു കേട്ടോ. ഇത് ഹോള് ഭയങ്കര ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ റിങ് അല്ല ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോള് നന്നായി ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കയറാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് കറക്റ്റ് സൈസിനുള്ള ഒരു മുക്കുത്തി കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ അതേപോലെ എൻ്റെ ഇയറിങ്ങും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കുട്ടി ഇയറിങ്ങിലേക്ക് ആയിട്ടുണ്ട്. ഞാൻ റിങ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഇയറിങ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇയറിങ് കൂടി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു റിങ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ റിങ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കാരണം ആ റിങ് ഡയമണ്ട് റിങ്ങാണ്. പക്ഷേ അതിന് ഗോൾഡ് എന്താ പറയുക, അതിന് ഗോൾഡ് കളർ പ്ലേറ്റിംഗ് ഉള്ള അങ്ങനത്തെ ഒരു റിങ്ങാണ്. അപ്പം ഞാനത് സിൽവർ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നാളെയോ ഇന്ന് കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി പോയിട്ട് മേടിക്കണം. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് നാളത്തേക്കുള്ള ഡ്രസ്സ് മേടിച്ചിട്ടില്ല. അതും ഇന്ന് മേടിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ആർക്കുള്ള ഡ്രസ്സ് മേടിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി ഇന്ന് മേടിക്കണം. എന്നാൽ അത്രയധികം പരിപാടികളുണ്ട് കേട്ടോ. അത്രയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി നിങ്ങൾക്കറിയില്ല, ഡ്രസ്സൊക്കെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ദുബായിൽ നമുക്ക് അറിയാൻ കൂടിയില്ല എവിടെയാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കിട്ടുക എന്നുള്ളത്. നമ്മൾ ഞാൻ ഫ്രോക്ക് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അമ്മയ്ക്കും ഫ്രോക്ക് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അറിയില്ല നമുക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് കിട്ടുക. എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എവിടെ പോയിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ എടുക്കാമെന്ന് പോലും എനിക്ക് ഐഡിയ ഇല്ല. പോയിട്ട് നോക്കണം എവിടേക്കാണുള്ളതെന്നൊക്കെ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇനി ഞാൻ അധികം നേരം സംസാരിച്ചിരിക്കുന്നില്ല. വേഗം പോയിട്ട് എൻ്റെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് നമുക്ക് പുട്ട് ആൻഡ് കടലക്കറിയാണ്. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും കൂടി ഇനി കഴിക്കാനായിട്ടുള്ളൂ. ആൻഡ് കടലക്കറി ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. പിന്നെ അമ്മ ഇവിടെ മുട്ട ബിരിയാണിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കൊണ്ടുപോകാനായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഇന്ന് നമ്മൾ കാറിലിരുന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട ബിരിയാണി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ദമ്മിടണം അല്ലേ അമ്മേ? ഇത് കുറച്ച് നേരം ഇനി ദമ്മിടും കേട്ടോ. ഇത് മസാലയാണ് മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കുറച്ച് നേരം ദമ്മിട്ടിട്ടാണ് നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്യുന്നത്.
പിന്നെ നമ്മളെ വീട്ടിൽ ഈ ഒരു ടേബിൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി അർജു ഇങ്ങനെ അയറുവിനെ ഇതിൻ്റെ മുകളിലിരുത്തിയ സമയത്ത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒടിഞ്ഞു പോയപ്പോൾ ഞങ്ങളത് വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ഇത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി വീഴണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ പേടിയായി, കാരണം ആരുടെയെങ്കിലും കാലിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ആ ടോപ്പിലെ സാധനത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിനിൽ എവിടെയെങ്കിലും ഡംപ് ചെയ്യണം കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, ഇങ്ങനത്തെ സാധനങ്ങൾ അവിടെ ഇവിടെ ഒന്നും അങ്ങനെ ഡംപ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതിന് കറക്റ്റ് ഒരു സ്ഥലം നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വീട് ഭയങ്കര മെസ്സായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഓരോരോ തിരക്കുകളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വീട് ഒതുക്കി വെക്കാനുള്ള ടൈമൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മെസ്സായിട്ടാണ് വീട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പൊടിയൊക്കെ അങ്ങോട്ട് തട്ടിക്കളയാം, ഇനി ആരെങ്കിലും വന്നാലോ വീട്ടിൽ പൊടിയൊന്നും കണ്ട വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞങ്ങളിപ്പോൾ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 2 മണി 3 മണി ആകുമ്പോഴാണ് വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒതുക്കി വെക്കാനുള്ളൊരു ടൈമോ സാഹചര്യം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പരിപാടിക്ക് വേണ്ട കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ്സ്, അതേപോലെ ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ആ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ തുറന്ന് നോക്കുമായിരുന്നു. പിന്നെ ആമസോണിൽ നിന്ന് കുറച്ച് ഡെലിവറിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് തിരിച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു കേട്ടോ. ഇതൊന്നും കണ്ട പോലെയേ ആയിരുന്നില്ല, വന്നപ്പം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അർജുനും എനിക്കൊക്കെ ഡ്രസ്സ് എടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്കല്ല അർജുനും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അർജുന് സൂട്ടായിരുന്നു എടുക്കാൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 സൂട്ടാണ് കേട്ടോ അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല ക്വാളിറ്റി സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ 2 എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് തന്നെ എല്ലാവരും ഫിറ്റൊക്കെ ചെയ്ത് തരും. പിന്നെ നമ്മൾ ഷൂസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അതേ കളറിന് മാച്ച് ആയിട്ടുള്ള പോലത്തെ ഷൂസും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ലൂസായിരുന്നു അർജുന്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തന്നെ അവർ റെഡിയാക്കി തരാം, നാളെ 12 മണീൻ്റെ മുന്നേ അവർ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ആക്കിയിട്ട് നേരെ ഇനി നമ്മൾ പോകുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ കുറേ ഓപ്ഷൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. ഒന്നാമത് എനിക്കങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിട്ടൊന്നും താല്പര്യമില്ല. ഇതൊക്കെ നമ്മൾ ഒറ്റ പ്രാവശ്യമല്ലേ ഇടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്ന ഒരാളും അല്ല. ഞാൻ ഇതുവരെ അങ്ങനെ എടുത്തിട്ടുമില്ല കേട്ടോ. എപ്പോഴും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഞാൻ കൂടുതൽ എടുക്കാറുള്ളൂ. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില ആൾക്കാർ ബ്രാൻഡ്സ് മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ അല്ലാതെ നോർമൽ ഡ്രസ്സ് മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നോർമൽ ഡ്രസ്സ് മാത്രം ഇടുന്ന കൂട്ടത്തിലാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ ബ്രാൻഡ്സ് എടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ എത്ര കൂടുതൽ ഡ്രസ്സ് എടുക്കാം, അതേപോലെ തന്നെ നമുക്ക് മാറ്റിയിടാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിനോട് യോജിക്കുന്ന ആൾക്കാരുണ്ട്, യോജിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ഇങ്ങനെ ബ്രാൻഡഡ് ഡ്രസ്സ് ഇടാൻ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളല്ല കേട്ടോ. ബില്ലൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞേ ഒറ്റ സൂട്ട് മാത്രമേ 12 മണിക്ക് മുന്നേ തരാൻ പറ്റുള്ളൂ, ബാക്കി നിങ്ങൾ ഈവനിങ് വന്ന് കളക്ട് ചെയ്തോളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എഗ്രി ചെയ്തതിന് ശേഷം കുറച്ച് ടോപ്സൊക്കെ നോക്കിയിട്ടോ. ഇതെല്ലാം നോർമൽ ടോപ്പാണെങ്കിൽ കൂടിയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നേ. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയപ്പോഴത്തേക്കും ആ ഷോപ്പ് അടച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അർജുൻ്റെ ഡ്രസ്സ് ഓൾറെഡി നമ്മൾ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ദേരാ സിറ്റി സെൻറ്ററിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കാം കിട്ടുമോ എന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല, കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവിടെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ 2-3 കടകളിലൊക്കെ കയറി നോക്കാം എന്ന് വിചാരിച്ചു. സെൻറ്റർ പോയിന്റിൽ നമുക്ക് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അവിടെ കിട്ടിയാൽ ബെറ്റർ അതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് സെൻറ്റർ പോയിന്റിൽ പോയി നോക്കി നോക്കാം ഡ്രസ്സ് ഉണ്ടോ എന്നുള്ളത്, എനിക്ക് പറ്റിയ പോലത്തെ ഡ്രസ്സ് ഉണ്ടോ എന്നുള്ളത്. ഇവിടെ എത്തിയപ്പോഴാണ് കഥ ആകെ മാറി മറിഞ്ഞത് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 16 ഷോപ്പിൽ കയറിയിട്ടുണ്ടാവും. ഡ്രസ്സ് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ പോന്നു കേട്ടോ. അത് നമ്മൾ അത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്കൊരു ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും റോള് മതിയെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ റോൾ അടിപൊളിയാണ്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേയും കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ
പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അതുമാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോളാണ്. അപ്പോൾ നമ്മളെല്ലാവരും റോളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഇനി എപ്പോഴാണ് വീട്ടിലെത്തുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്തിട്ട് മെല്ലെ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.